നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നികുതി ഇളവിനായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾക്കിടയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മോദി 3.0 സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തങ്ങളുടെ നികുതി ഭാരം ലഘൂകരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്കായി പൗരന്മാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇടത്തരം ഉപഭോഗം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചില നികുതി ഇളവുകൾക്കായി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ബജറ്റ് ജനകീയതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയില്ലെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പകരം ഇത് ശക്തമായ സാമ്പത്തിക വളർച്ചാ തന്ത്രവുമായി ജനകീയ നടപടികളുടെ സന്തുലിതമാക്കും. സുസ്ഥിര സാമ്പത്തിക വികസനത്തിനായുള്ള സമഗ്രമായ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതോടൊപ്പം ഉടനടി നികുതി ഇളവ് ആവശ്യപ്പെടാൻ പരിഹരിക്കുന്ന നയങ്ങളുടെ ഒരു മിശ്രിതം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കാനിരിക്കെ വലിയ പ്രതീക്ഷയിലാണ് കേരളം. സംസ്ഥാനത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് അടക്കം പ്രഖ്യാപിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ലോക്സഭയിൽ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് BJPക്ക് അക്കൗണ്ട് തുറന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റാണെന്നതുകൂടി ഈ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നു. കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം വിമർശനം ഉന്നയിക്കുമ്പോൾ ഇത്തവണ ആദ്യമായി ഒരു MP സമ്മാനിച്ച കേരളത്തിന് പകരം കിട്ടുന്ന സമ്മാനം എന്താകുമെന്നതാണ് ആകാംക്ഷ. കഴിഞ്ഞ 10 വർഷമായിട്ട് സംസ്ഥാനത്ത് കാര്യമായ പദ്ധതികളൊന്നും ലഭിച്ചിരുന്നില്ല. എയിംസ്, ലൈറ്റ് മെട്രോ, ടൂറിസം മേഖലകളിലെ പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനം, റെയിൽവേ വികസനം, സിൽവർ ലൈൻ തുടങ്ങിയ പ്രതീക്ഷകളാണ് സംസ്ഥാനത്തിനുള്ളത്. എയിംസ് അനുവദിച്ചാൽ തന്നെ അത് ജില്ലയിലാകുമെന്നതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. കോഴിക്കോട് സ്ഥാപിക്കണമെന്നാണ് സംസ്ഥാനത്തെ ഭരണപ്രതീക്ഷ കക്ഷികളുടെ ആവശ്യം. ഇതിനായി കിനാലൂരിൽ സ്ഥലം ഏറ്റെടുത്തിട്ട് 10 വർഷമായി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന MPമാരുടെ യോഗത്തിൽ ഇക്കാര്യം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടാനാണ് തീരുമാനമായത്. കേന്ദ്രമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. സംസ്ഥാനത്തിന്റെ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംയുക്തമായി നിവേദനം നൽകാൻ MPമാരുടെ യോഗം തീരുമാനിച്ചിരുന്നു. എറണാകുളം ആലുവ താലൂക്കിൽ ഗ്ലോബൽ സിറ്റി പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കലിനുള്ള ഭരണാനുമതി അടക്കം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. തിരുവനന്തപുരം തോന്നക്കലിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമായി ചേർന്ന് ആരംഭിക്കുന്ന മെഡിക്കൽ ഡിവൈസസ് പാർക്കിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കുന്നതിന് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് അനുമതിയും പ്രതീക്ഷിക്കുന്നുണ്ട്. തലശ്ശേരി, മൈസൂർ, നിലമ്പൂർ, നഞ്ചൻകോട്, കാഞ്ഞങ്ങോട്, കണിയൂർ, പാണത്തൂർ, ശബരി റെയിൽ പദ്ധതികളിലും സംസ്ഥാന റെയിൽവേ പദ്ധതികളിലും സംസ്ഥാനം പ്രതീക്ഷയർപ്പിക്കുന്നു. കൂടാതെ ഗവൺമെന്റിന്റെ ദീർഘകാല മുൻഗണനയായ അടിസ്ഥാന സൗകര്യ വികസനം നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗത്തിൽ പ്രധാനമായി ഇടം പിടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള നിക്ഷേപങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ദീർഘകാല സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.